Hello guys, Assalamualaikum. Welcome back to our YouTube channel. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അതെ, ഇന്നലെയൊക്കെയുടെ ബർത്ത്ഡേ ആയിരുന്നു, പിറ്റേ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു പാതിരാത്രി ആയപ്പോഴാണ് വീട്ടിൽ എത്തിയത്. പക്ഷെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് എല്ലാവർക്കും കയ്യാപ്പിക്ക് വെച്ച് എനിക്ക്, അച്ഛന്, നൈസാക്ക്, ഇക്കാക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പണി കിട്ടി. പുറത്ത് പോയി ഫുഡ് കഴിച്ച് പിടിച്ചില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വയറിളക്കമായിരുന്നു. അതെ, പാതിരാത്രിക്ക് കഴിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, അതോ ഫുഡിന്റെ കുഴപ്പമാണോ എന്നറിയില്ല. പക്ഷെ ഞങ്ങളോടുണ്ടെങ്കിലും കുക്കൂന് സുലുവിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്കാണ് പണി കിട്ടിയത്. അവർക്ക് തീരെ സുഖമില്ലായിരുന്നു. എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. കയ്യാപ്പിക്ക് മാത്രം കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് കഴിച്ചില്ല. കയ്യാപ്പ അധികം കഴിച്ചില്ല. അവിടെ ചെന്ന രാത്രി ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ട് ചെന്നോണ്ട് പൊറോട്ടയും ചിക്കനും മാത്രം ഉണ്ടായിരുന്നു. വേറെ ഒന്നും എല്ലാ ഫുഡും തീർന്നു. മിക്ക കടകളും അടച്ചിട്ടിരിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ കുബാബ വരെ അടച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും കുബാബ വരെ അടച്ചിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പം ഇന്നലെ അവധി ദിവസം അപ്പൊ അതുകൊണ്ടായിരിക്കാം. ബീച്ചിലൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ, ദിവസമായിട്ടും. അന്നേരം കുക്കും സുലും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് നൈറ്റ് ഡ്രൈവ് ശനിയാഴ്ച പോവാണ്, എബ്രോഡ് പോവാണ്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച തൊട്ട് പ്ലാൻ ചെയ്യുവാണ് ഒരു ട്രിപ്പ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച നടന്നില്ല അത്. ഇന്നലെ ഞങ്ങൾ ഇക്കടെ ബർത്ത്ഡേ ആയിട്ട് എറണാകുളം പോകാന്ന് വിചാരിച്ചപ്പോൾ അവര് വന്ന് കേക്കൊക്കെ മുറിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരായിട്ട് വന്ന് പറഞ്ഞു നമുക്ക് പോകാം, നൈറ്റ് ഡ്രൈവ് പോകാന്ന് പറഞ്ഞു. 2 വീലർ പോകാന്നാ പറഞ്ഞത്. ഇവര് നൈറ്റ് ഡ്രൈവ് ഒക്കെ പോവായിരുന്നു. പണ്ട് ഞങ്ങൾ 2 വീലറിൽ പോവായിരുന്നു. അപ്പം ഇത് ഞങ്ങൾ രണ്ടുപേരും വണ്ടി കയറുമ്പോൾ പിള്ളേരും രാത്രി അത്രയും ലേറ്റ് ആയിട്ട് വരുമ്പോൾ എന്തായാലും വണ്ടിയിൽ നിന്ന് ഉറങ്ങും. അപ്പം അത് ഭയങ്കര പാടായിട്ട് അങ്ങനെ ഞങ്ങൾ മാറ്റി കാറിൽ പോകാൻ തീരുമാനിച്ച്. അവരിപ്പോ ഇപ്പം 5:30-6 മണിയാന്ന്. ഞങ്ങളെല്ലാം റെഡിയായി. അവര് ഓഫീസിൽ നിന്ന് വന്നേ ഉള്ളൂ. റെഡിയാവുന്നു. നമ്മൾ ഓൾറെഡി 4 പേരും നേരത്തെ റെഡിയായി. കാര്യം ഞങ്ങൾക്ക് ഇത്തിരി താമസമാണ്. നേരത്തെ പറഞ്ഞ് റെഡി ആയിക്കോളാം. എന്നിട്ട് ഞങ്ങൾ റെഡിയായി. അപ്പൊ അവര് ഇപ്പൊ ഒരു 10 മിനിറ്റിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വന്നിട്ട് ഞങ്ങള് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചില്ല. സുലു പറഞ്ഞതിന് മുകളിലും എല്ലാം നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞു. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി എറണാകുളം എത്തിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കും. അല്ലപ്പോ ഓൺ ദ വേ ഞങ്ങൾ തീരുമാനിക്കും. എറണാകുളത്താണ്, അതല്ല അങ്ങോട്ട് ചിലപ്പോ പോകുന്ന വഴി എന്തായാലും തീരുമാനിക്കും. എന്തായാലും എറണാകുളം. അപ്പൊ നമുക്ക് പൊളിച്ചെടുക്കാം ഗൈസ്. 6 മണിക്ക് വരാമെന്ന് പറഞ്ഞൊരു 6:45 കഴിഞ്ഞപ്പോൾ ഒരു ചിരിയും പാസ്സാക്കി അങ്ങോട്ട് വന്ന്. പിന്നെ ഞങ്ങളത് അങ്ങോട്ട് ക്ഷമിച്ച് എന്തായാലും കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു. കറങ്ങിയിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. നൈസാണ് തൊട്ട് ഇപ്പുറത്തിരിക്കുന്നതാണ് സുലു. ഇക്കാടെ കൂടി ഇരിക്കുകയാണ് കുക്കു. കുക്കു എന്നല്ല പേര്. കുക്കുന്ന് ഞങ്ങളെല്ലാവരും വീട്ടിൽ വിളിക്കുന്നതാണ്. കുക്കുയുടെ യഥാർത്ഥ പേര് ഷെമീൻ സെലി എന്നാണ്. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്നുള്ള ഇറക്കമായതുകൊണ്ട് അവരെ വെയിറ്റ് കുറേ നേരം നിന്നുകൊണ്ട് ഒരു സാധനം ഞങ്ങൾ കയ്യിലെടുത്ത് വിശപ്പിൻ്റെ വിളിയെന്ന് തുടങ്ങി. ഞങ്ങൾ തീരദേശ റോഡിൽ കൂടെ ആയിരുന്നു പോയിരുന്നത്. അങ്ങനെ ഞങ്ങൾ വിശന്ന് പോകുമ്പോഴാണ് ഗൈസ് തൊട്ടടുത്ത് തന്നെ ഒരു കട. പള്ളിപ്പെരുന്നാളാണോ ഉത്സവമാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കാറിൻ്റെ അകത്തായതുകൊണ്ട്. പിന്നെ അവിടെ വണ്ടി ചവിട്ടി നമ്മൾ അവിടുന്ന് കുറേ പൊരിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ച് അതും കഴിച്ച് നേരെ പോയി. അങ്ങനെ പൊരിയൊക്കെ കഴിച്ച് എല്ലാവരുടെയും വിശപ്പടങ്ങിയപ്പോഴാണ് പാട്ട് പാടാനുള്ള ത്വര വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താണ് ഞങ്ങൾ പോയത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ മൂവീസ് ഗസ്സിങ്, സോങ് ഗസ്സിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു, വൈബിങ് ആയിരുന്നു ഫുൾ. അപ്പോൾ കുക്കുയ്ക്ക് അടിപൊളിയായിട്ട് പാട്ട് പാടും. പിന്നെ നമ്മൾ ഇക്കാനെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ച് നല്ല സെറ്റ് വൈബിങ് ആയിട്ടാണ് പോയത്. പാട്ടെല്ലാം പാടി എൻജോയ് ചെയ്ത് മോളൊക്കെ ഞങ്ങൾ അറിഞ്ഞില്ല. ഓണത്തിൻ്റെ ആ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ മാവേലി വള്ളവും അത്തപ്പൂക്കളെല്ലാം കിടക്കുന്നുണ്ട്. കയ്യാപ്പി അതേ ഉമ്മി മാവേലിന്നെല്ലാം പറഞ്ഞ് നല്ല തിരക്കുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. വണ്ടി അവിടെ കൊണ്ട് സേഫായിട്ട് പാർക്ക് ചെയ്യുന്നൊരു കുഞ്ഞിന് വിശന്നുകൊണ്ട് ഫീഡിംഗ് ബോട്ടിൽ കൊണ്ടായിരുന്നു വന്നിരുന്നത്. അത് പാല് നടക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതായിട്ട് കുക്കു ഓടി വന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ നല്ലവനായ ഭർത്താവെന്നെല്ലാം പറഞ്ഞ് ഞങ്ങളിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പാലും കുപ്പിയിലെല്ലാം പാലെല്ലാം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ മുകളിലോട്ട് നേരെ പോയത്.
ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് വഴി തെറ്റി പോയിട്ടുണ്ട്. എവിടെ കാണുവാനില്ലല്ലോ. എങ്ങോട്ട് പോയി? എവിടെ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് ഞങ്ങളെക്കാട്ട് മുന്നേ കേറി പോകാതെ സ്പീഡിൽ തിരിച്ചു വരുന്നുണ്ട്. വരുന്നുണ്ട്. എവിടെ പോയി കുക്കു? അങ്ങനെ ചെന്ന പാടെ തന്നെ പർച്ചേസിങ് തുടങ്ങി. നമ്മൾ ആദ്യം തന്നെ ഷേക്സാണ് വാങ്ങിച്ചത്. ഒരു ബ്ലൂബെറി, സ്ട്രോബെറി, പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസ്. ഇത് മൂന്നും വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് നമ്മൾ നേരെ പൊക്കത്തോട്ട് അടുത്ത പർച്ചേസിങ്ങിനായിട്ട് പോയി. അങ്ങനെ ഏകദേശം 9 മണി 9:15 ഞങ്ങളുടെ ലുലുവിലെത്തി. ഇവിടെ നല്ല തിരക്കാണ്. അവരൊക്കെ ഫ്രണ്ടിൽ കയറിപ്പോയി. ഞാനും നൈസായി ഞങ്ങൾ പയ്യെ വീഡിയോ എടുത്ത് പറയെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് എടുക്കുകയാണ്. ഇതൊരു സുലുവിന് എന്ന ഫംഗ്ഷൻ. സുലുവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ മറ്റന്നാൾ. അപ്പോൾ സുലുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. കുറച്ച് ഡ്രസ്സ് സുലുവിന് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കണം. ഫസ്റ്റ് ഞങ്ങൾ എന്തായാലും അത് നോക്കാൻ വേണ്ടി വന്നു. അന്നസൂലിനൊരു പാർട്ടി വെയർ മോഡൽ ഡ്രസ്സ് വേണമെന്നാണ് പറഞ്ഞത്. ഒത്തിരി ഹെവി വർക്ക് വേണ്ട, സാധാരണ നോർമൽ ടൈപ്പുള്ള വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർ ആദ്യമേ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ടാണ് പോയി. പിന്നെ തപ്പി കിട്ടാൻ ഓരോ സെക്ഷനിൽ. സുലു ഒരു വഴിക്ക് പോയി, കുക്ക് വഴിക്ക് പോയി, അർവാനയും കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ നൈസായും കൂടെ ഒന്നിച്ച് നടന്ന് കുറേ തപ്പി. അവിടെ ഒത്തിരി മോണോട് ഇതൊക്കെയുണ്ട്, പക്ഷേ സുലു മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പിലുള്ള ഡ്രസ്സ് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ സുലുവും കൂടെ ആയി. പിന്നെ തപ്പൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയും വലിയ ഷോപ്പിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു നോക്കി. എത്ര അങ്ങ് നടന്നിട്ട് ഉദ്ദേശിക്കുന്ന സാധനം അങ്ങ് കിട്ടുന്നില്ല. ഞാനും എൻ്റെ വഴിയിലും കുറേ തപ്പൽ തുടങ്ങി. പക്ഷേ കുറേ വെറൈറ്റി ഡ്രസ്സുകളും റെഡിമെയ്ഡും ഇഷ്ടം പോലെ ഓഫറിന് ഇഷ്ടം പോലെ ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ അത് ഒന്നും സെറ്റ് ആണല്ലേ. അർവാച്ചി ഗൈസ്. അങ്ങനെ സുലുവും കുക്കും കൂടെ ഡ്രസ്സ് തപ്പി പോയി. ഞങ്ങളിതാ ഇവിടെ എത്തി. ഇത് നോക്കി കുപ്പികള പല വെറൈറ്റി കുപ്പികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കുപ്പികൾ തന്നെയാണ്. പല കളറുണ്ട്. ഡിപ്പെൻഡ് ഇപ്പോഴത്തെ സ്റ്റോണിൻ്റെ വിലയൊക്കെ ഉണ്ട്. ഈ സൈഡുണ്ട് ഇഷ്ടം പോലെ പല കളറുണ്ട് കുപ്പികൾ. നല്ല രസമുണ്ട് കാണാനുണ്ട്. ഞാൻ ഇത്ര വെറൈറ്റി കളക്ഷൻ ഇവിടെയാണുള്ളൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടായില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ ഇത്രയും കളക്ഷൻ കണ്ടിട്ടുണ്ട്. കൊച്ച് അപ്പിട്ട് ഞങ്ങൾ ബാത്റൂം അപ്പി പോവാണ്. ഇവിടെ വന്നിട്ട് ഒന്നൊന്നര അങ്ങോട്ട് നടന്നില്ലാതെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെ ഉണ്ടായത് ട്രോളി കയറ്റിക്കൊണ്ട് പോവാ. വിശപ്പിൻ്റെ വിളി വന്ന് മക്കളെ ദാഹിക്കാനും അവർ ഫുഡ് നോക്കാൻ വേണ്ടി കയറി. സുലു കുഞ്ഞമ്മാണ് നടന്നത്. സുലു ഡ്രസ്സ് നോക്കിയും കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ തപ്പി നടന്ന, പക്ഷെ കിട്ടിയില്ല. അവർ ഡിസ്കസിലാണ് ഗൈസ്. അവരേത് ഫുഡ് വേണം കയ്യാപ്പി അറുവാനെ കൊണ്ട് നടക്കാം. വിട്ടേക്ക്. കുഞ്ഞിനോട് കൊടുക്കാൻ പറ്റിയ ഫുഡാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷെ അത് സെറ്റായില്ല. കുഞ്ഞാനെ കരച്ചും ബഹളം തുടങ്ങി. ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾ വീട്ടിൽ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ച്. അന്നേരം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി പോകുന്നതെന്ന് വിചാരിച്ചു. ലിഫ്റ്റിന് അവിടെ ഇന്നപ്പോഴത്തേക്ക് ആളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ലിഫ്റ്റ് ഓപ്പണായി. ഞങ്ങൾ ലിഫ്റ്റിൽ നേരെ കയറി. ആദ്യമേ നേരെ ഞങ്ങൾ താഴത്തോട്ടാണ് പോയത്. പിന്നെ കുറച്ചപ്പോൾ അതേ സ്പീഡിൽ തന്നെ ഞങ്ങൾ മുകളിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങി.
എന്തായാലും കോമഡി ആയിരുന്നു ഗൈസ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയപ്പോഴായിരുന്നു പണി കിട്ടിയത്. ഈ പ്രാവശ്യം ഞങ്ങൾ ലിഫ്റ്റ് കയറിയപ്പോഴാണ് പണി കിട്ടിയത്. ചെറുതായിട്ടൊന്ന് ബട്ടൺ അമർത്തിയത് മാറിപ്പോയതാണ്. പക്ഷെ ഞങ്ങളെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് അർവാനായിരുന്നു. അർവാൻ അത് അത്രോ നേരം വിശന്ന് കരഞ്ഞ അർവാൻ ഭയങ്കര ചിരിയായിരുന്നു ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നവര്. ഇവിടെ വന്നപ്പോൾ എന്തുണ്ട് അച്ചു ഡോണറ്റ് വേണമെന്ന് ഭയങ്കര ബഹളമായിരുന്നു. അന്നേരം ഇറങ്ങുന്ന സമയപ്പോൾ പറയുന്നു എനിക്ക് എന്തായാലും ഒരെണ്ണം മേടിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അച്ചു ഇവിടെ നിന്ന് സെയിം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവനൊന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൻ ഇഷ്ടപ്പെട്ട ഫ്ലേവർ അവനോട് തന്നെ നോക്കി എടുത്തോളാൻ വേണ്ടി അന്നേരം അവിടെ നിന്നപ്പോഴാണ് ദേ കണ്ടടാ നമ്മുടെ റോൾഡ് ഐസ്ക്രീം. എന്തായാലും ഞങ്ങൾ വിചാരിച്ച് നമ്മളെപ്പോഴും റീൽസിൽ ഇതൊക്കെ കാണുന്നില്ല, നമ്മളും അവിടെ നിന്ന് എന്തായാലും ഒന്ന് മേടിച്ച് നോക്കി. ഞങ്ങൾ 4 പേരും, ഞാനും സുലുവും നൈസായും കയ്യാപ്പി 4 പേരും 4 ഫ്ലേവർ തന്നെ നോക്കിയെടുത്ത് അതവിടെ നേരത്തെ ഓൾറെഡി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് തന്നെയാണ് പിന്നെ തന്നിരുന്നത്. അങ്ങനെ ആ സമയത്ത് ഇക്ക പോയി കോൺ വാങ്ങിച്ചു. ഇക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കോൺ. ഇക്ക പിന്നെ അതാണ് കഴിച്ചത്. നമ്മളങ്ങനെ റോൾഡ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് അവിടെ വേറെ ആൾക്കാർ വന്നത് വാങ്ങാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അത് ഉണ്ടാക്കുന്നത് ഫുള്ള് കണ്ട്. ഇത് റീൽസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് ഉണ്ടാക്കി തീർന്നവരത് വാങ്ങിച്ച് കൊണ്ടുപോകുന്നവരെ നമ്മളെല്ലാവരും അത് നോക്കി അവിടെ നിന്നു. അതെ, ഞങ്ങൾ ഇവിടുത്തെ കറക്കമൊക്കെ അവസാനിപ്പിച്ച് വണ്ടി പുറകെ സുലു. അങ്ങനെ അതേ ലുലുന്ന് ഇറങ്ങിയ ടൈമിൽ കുക്കും സുലുവും പറഞ്ഞു നമുക്ക് ഇന്ന് MRI കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. കാര്യം അവർ എബ്രോഡുള്ള ടൈമിൽ അവിടുത്തെ MRIന്ന് കഴിച്ചപ്പോൾ ഫുഡ് കിഡിലനായിരുന്നു അത്രേ. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് തന്നെ പോയി. അവിടെ ചെന്നിരുന്നപ്പോഴാണ് ഏകദേശം അവർ ഷോപ്പ് അടക്കുന്ന സമയമായിരുന്നു. ഏകദേശം ഫുഡെല്ലാം തീർന്നിരുന്നു. പിന്നെ ഞങ്ങൾ ചോദിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന കണക്ക് തന്നെ ഈ പ്രാവശ്യം മന്തി തന്നെ കിട്ടിയത്. അച്ഛനും കയ്യാപ്പിക്കും വേണ്ടി ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത്, കാരണം വെച്ചാൽ അവർക്ക് മന്തി രാത്രി പിടിക്കാത്തതുകൊണ്ടാണ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ ലൈവ് ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് അത് ചോദിച്ചു, പക്ഷെ അതും സെറ്റായില്ല. പിന്നെ ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇന്ന് തീരുമാനിച്ച് അത് തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ചിക്കൻ മന്തി അൽഫാം മന്തി ഇതാ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചിക്കൻ കബാബും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ എത്തി. അങ്ങനെ അച്ഛനും കയ്യാപ്പിക്കും കൂടെ ഒരു ഫ്രൈഡ് റൈസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ എത്തിയിട്ട് അവർക്ക് ഫ്രൈഡ് റൈസിനും കൂടെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഫ്രൈഡ് റൈസ് മാത്രം. എന്തായാലും ഇത്രയും ചിക്കനുണ്ട്, ഞങ്ങൾ എന്തായാലും ഇത്രയും ചിക്കൻ ഇത്രയും ഞങ്ങൾ കഴിക്കാറില്ല. അങ്ങനെ അടുത്ത കർമ്മം ഞങ്ങൾ സർവിയിലാണ്. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, കിടിലനായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരുപാട് താമസിച്ചുകൊണ്ട് നമുക്കങ്ങനെ അധികം കഴിക്കാൻ പറ്റില്ല. ഇത്തിരി കഴിച്ചപ്പോൾ തന്നെ എല്ലാവരുടെ വയറങ്ങ് ഫില്ലായി. പിന്നെ നമ്മൾ ലൈം ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി കഴിച്ചപ്പോൾ കംപ്ലീറ്റ് ആയി. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഹാഫ് മന്തി ഉണ്ടായിരുന്നു, അത് പിന്നെ നമ്മൾ പാഴ്സലാക്കി തിരിച്ചു കൊണ്ടുപോകുന്നു.
ഫുഡ് കഴിക്കാൻ നൈസ് ഉറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ 12:30 1 മണിയൊക്കെ അടുക്കാറായി. ഇപ്പം എല്ലാവർക്കും ഉറക്കമൊക്കെ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞുണ്ട്, അവനെ ഉറക്കാനായിട്ട് കാറിൽ ഞങ്ങൾ പാട്ടൊക്കെ പാടിയാണ് പിന്നെ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. സമയം 2:30 മണിയായി. എല്ലാവരും വണ്ടിയിൽ ഞങ്ങൾ പുറകെ ബാക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങി. ഇക്കായും കുക്കും ഉറങ്ങാതെ വണ്ടി ഒഴിച്ച് ഇവിടം വരെ എത്തി. ഭയങ്കര ക്ഷീണം. ഇതിന് പോയി വരെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് അന്താക്ഷരി എല്ലാം കളിച്ച് ഞങ്ങൾ 4 പേരും പക്ഷെ ഉറങ്ങി. 4 അല്ല 5 പേരും ഉറങ്ങിപ്പോയി. കുഞ്ഞുൾപ്പെടെ സുലുവിന്റെ കുഞ്ഞുൾപ്പെടെ ഞങ്ങൾ 5 പേര് കിടന്ന് ഇറങ്ങി. 6 പേര് ഉറങ്ങിപ്പോയി. അപ്പൊ ഞങ്ങളെത്തി. ഞങ്ങൾ തിരിച്ചെത്തി. എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു വന്നു. 2:30 ഗൈസ്. എല്ലാവരും പാതിരാത്രിക്ക് നല്ല ഉറക്കമായിരിക്കും. പക്ഷെ നമ്മളിപ്പോ എത്തിയുള്ളൂ, അവരിപ്പോ എത്തിയിട്ട് പോലും ഉണ്ടാകത്തില്ല വീട്ടില്. അവരിപ്പോ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോയതേ ഉള്ളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ ഗൈസ്. ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.